പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ജാതിക്ക എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ കുറച്ച് പുഡിങ്ങല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ നമുക്ക് അധികം ചേർത്ത പുളി കൂടും. അപ്പോൾ ഈ ജാതിക്കയുടെ നമ്മൾ ജാതിപത്രിയും കുരു മാറ്റി വയ്ക്കുകയാണ്. പിന്നെ ഈ തൊണ്ടാണ് പുഡിങ്ങിന് എടുക്കുന്നത്. ചെറുതാക്കി അരിയുക, അല്ലെങ്കിൽ അരയാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് വേണേൽ അരയ്ക്കാൻ കേട്ടോ, അല്ലെങ്കിൽ ചതഞ്ഞേ കിട്ടുള്ളൂ. അപ്പോൾ ഈ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരയ്ക്കുക. എത്ര അരയുന്നോ അത്രയും നല്ലതാണ് കേട്ടോ. ഞാനതിപ്പോൾ അരിച്ചൊഴിച്ചപ്പോൾ എനിക്ക് 1/2 ഗ്ലാസ് ജ്യൂസ് കിട്ടി. നല്ല തിക്ക് ജ്യൂസാണ് കിട്ടിയിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, നല്ല ജ്യൂസ് ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ട ചൈന ഗ്രാസാണ്. ഞാനൊരു 10 രൂപയുടെ പാക്കറ്റില്ലേ ചൈന ഗ്രാസ്, അതെടുത്ത് പൊട്ടിച്ച് ഇട്ടിരിക്കുകയാണ്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിരിക്കുന്നത്. അതൊരു മീഡിയം മധുരമാണ് കേട്ടോ. മധുരം അധികം വേണ്ടവർക്ക് കുറച്ചധികം ചേർക്കാം പഞ്ചസാര. പിന്നെ വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പും ചേർക്കാം. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ചൈന ഗ്രാസൊക്കെ അലിഞ്ഞ് ചേർന്നില്ല, നമ്മൾ ഈ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുകയാണ്. അഡീഷണലായിട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർക്കുന്നുണ്ട്. വേണമെന്നില്ല വെറും പാൽ ചേർത്താലും മതി. ഇത് നമ്മളൊരു ബൗളിലേക്ക് ഒഴിക്കുകയാണ്. അതൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ അത് കട്ടിയാകും. ഫ്രിഡ്ജിലും ഫ്രീസറിലും ഒന്നും വെക്കേണ്ട കേട്ടോ. കണ്ടില്ലേ, നല്ല തിക്കായി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിച്ചെടുക്കുക. പിന്നെ നമ്മൾ ചെറിയ ഭംഗിയുള്ള സേവിങ് ബൗളിലൊക്കെ ഇടുകയാണെങ്കിൽ നേരെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നല്ല അതേ ഷേപ്പിൽ തന്നെ കിട്ടും. പിന്നെ ജാതിക്കായ എല്ലാവർക്കും അറിയാലോ, വയറിന് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.